ഹായ്, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇന്ന് ആർക്ക് വേണമെങ്കിലും AI ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതിന് മുമ്പ് കോഡിംഗ് ഒന്നും ഇല്ലാതെ വേർഡ് പ്രസ് ഉപയോഗിച്ച് എങ്ങനെയാണ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു AI ഉപയോഗിച്ചിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സ്കില്ലോ ഡിസൈനിങ് സ്കില്ലോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ഫുൾ ഓണർഷിപ്പിൽ ഫുൾ കൺട്രോളിൽ നിങ്ങൾക്കും ഒരു വെബ്സൈറ്റ് വളരെ ക്വിക്ക്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാവും, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, പേഴ്സണൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് വൺ, ഓർ നിങ്ങളുടെ ഒരു ക്ലബിന് വേണ്ടിയിട്ടോ ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇഫ് യു ആർ റെഡി, ലെറ്റ് സ്റ്റാർട്ട്. ഹിയർ ഐ എം ഷമീർ മോർ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഡൊമൈൻ നെയിമും വേണം, ഒരു ഹോസ്റ്റിംഗ് പ്ലാനും വേണം. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താ ഡൊമൈൻ നെയിം, ഹോസ്റ്റിംഗ് എന്നൊക്കെ. ഇഫ് യു വാണ്ട് നിങ്ങൾക്ക് അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. എങ്കിലും ഒന്നുകൂടെ പറയാം, ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ നെയിം, അതായത് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ നമുക്ക് google.com, youtube.com, netflix.com, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരെന്താണോ അത് .com എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൊമൈൻ നെയിം വേണം. അതുപോലെ തന്നെ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ വേണം. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കോണ്ടൻറ്റ്, അതുപോലെ ഇമേജ്, വീഡിയോ, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സെർവർ സ്പേസും കൂടി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റിനും വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഡൊമൈൻ നെയിം അവൈലബിൾ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഓൺ എ ന്യൂ ടാബ്. ഇവിടെ നമ്മൾ name.com സെർച്ച് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി സലോണിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഡൊമൈൻ നെയിമിൻ്റെ പേര് ellenglamstudio.com ആണ്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ellenglamstudio.com അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ നോക്കിയ സമയത്ത് നമ്മുടെ ഡൊമൈൻ നെയിം അവൈലബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഡൊമൈൻ നെയിം അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് അവൈലബിൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്താൽ മതി. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഡൊമൈൻ നെയിം വാങ്ങിക്കാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിംഗറിൻ്റെ AI ബിൽഡർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടൊപ്പം ഒരു ഡൊമൈൻ നെയിം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോർമലി ഈ ഹോസ്റ്റിംഗ് പ്ലാൻ ഒരു 2500-3000 ആ റേഞ്ചിലാണ് എമൗണ്ട് വരാറ് ഒരു കൊല്ലത്തിന്. അപ്പോൾ നിങ്ങളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 7% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. സോ ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റിങ്ങിൻ്റെ ലാൻഡിംഗ് പേജിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്ലാൻസ് കാണാൻ പറ്റും. സിംഗിൾ, പ്രീമിയം, ബിസിനസ്, ക്ലൗഡ്, സ്റ്റാർട്ടപ്പ്, എങ്ങനെ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പ്രീമിയം പ്ലാൻ വെച്ചിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. കാരണം അതിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രീ ആയിട്ട് 1 ഇയറിന് നിങ്ങൾക്ക് ഡൊമൈൻ നെയിമും കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ ഈ സിംഗിൾ പ്ലാനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രീമിയം പ്ലാൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചൂസ് പ്ലാൻ. ഓക്കെ, ഇവിടെ ബൈ ഡിഫോൾട്ട് 48 months ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് 1 ഇയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. 12 months. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗ്രേറ്റ് ന്യൂസ്, യു ഗെറ്റ് എ ഫ്രീ ഡൊമൈൻ ഫോർ 1 ഇയർ എന്നുള്ളത്. ബട്ട് 1 month ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫ്രീ ഡൊമൈൻ്റെ പ്ലാൻ കിട്ടുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 12 months എടുത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു ഡൊമൈൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ചൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ ഡൊമൈൻ നെയിം ക്ലെയിം ചെയ്തിട്ട് കണക്ട് ചെയ്യാനാണ് പോകുന്നത്, റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 2388 രൂപയാണ് വിത്തൗട്ട് ടാക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹാവ് എ കൂപ്പൺ കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷമീർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 7% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. താഴെ നിങ്ങൾക്ക് കാണാം 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. വൺസ് നിങ്ങൾക്കത് പറ്റിയില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് 30 days വരെ നിങ്ങൾക്കിത് റീഫണ്ട് ചെയ്യാനും പറ്റുന്നതാണ്, റൈറ്റ്. ടു കണ്ടിന്യൂ ജസ്റ്റ് ക്ലിക്ക് കണ്ടിന്യൂ. സോ ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ Gmail വെച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ് പോകുന്നത്, രജിസ്റ്റർ ചെയ്യാനാണ് പോകുന്നത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഗൂഗിൾ. എൻ്റെ ഇമെയിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാണ്. ഓക്കെ, ക്ലിക്ക് കണ്ടിന്യൂ.
ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബില്ലിംഗ് അഡ്രസ്സൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം, ഓർ എൽസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ നോ താങ്ക്സ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്. 2620 രൂപയാണ് ഇൻക്ലൂഡിങ് ടാക്സ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേയ്മെൻറ്റ് മോഡുണ്ട്. ഏത് പേയ്മെൻറ്റ് മോഡ് വെച്ചിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം. കാർഡോ അല്ലെങ്കിൽ UPI, പേപ്പാൽ, EMI അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് UPI ആണ്. സബ്മിറ്റ് പേയ്മെൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ UPI ID കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് കണ്ടിന്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്രൂവ് യുവർ പേയ്മെൻറ്റ് ഓൺ ദി UPI ആപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു പ്രീ അപ്രൂവ്ഡ് എമൗണ്ട് 8300, സോ യു ക്യാൻ സർവീസ് ക്യാൻ റിന്യൂ ഓട്ടോമാറ്റിക്കലി, യു വോണ്ട് ബി ചാർജ്ഡ് ദിസ് സം. ഓക്കെ, അപ്പോൾ നമ്മൾ 8300 രൂപയുടെ ഒരു ഓട്ടോ പേ റിക്വസ്റ്റ് നമുക്ക് വരിക. പക്ഷേ നമ്മളേന്ന് ആകെ ഈ 2620 രൂപയാണ് നമ്മളേന്ന് പോവുള്ളൂ താഴെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും വലിയ എമൗണ്ട് നിങ്ങളേന്ന് ഇപ്പോൾ പോകുന്നു. അതൊരു ഓട്ടോ പേ റിക്വസ്റ്റ് ആണ് നെക്സ്റ്റ് ഇയറേക്കുള്ള. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറേക്കുള്ള എന്ന് പറയുമ്പോൾ ഈ 8300 രൂപ നെക്സ്റ്റ് ഇയറിൽ വന്നോളണമെന്നില്ല. അതൊരു മാക്സിമം എമൗണ്ട് ഒരു ഓട്ടോ പേ റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കത് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളതിനത് ഓട്ടോമാറ്റിക്കലി പോവില്ല. ഓക്കെ, ദെൻ ക്ലിക്ക് അപ്രൂവ് ഓൺ UPI. ഓക്കെ, ഇനി നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്രൂവ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. 8300 കാണുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഈ 8300 നമ്മളതിന് പോവില്ല. നമ്മൾ നേരത്തെ കാണിച്ച 2000 സംതിങ് മാത്രമേ പോവുള്ളൂ. ഇതൊരു ഓട്ടോ പേ റിക്വസ്റ്റ് ആണ്. ജസ്റ്റ് ഈ പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്രൂവ് ഓട്ടോ പേ. ജസ്റ്റ് വെയിറ്റ്. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ ഓട്ടോ പേ അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇതുപോലെ ക്യാൻസൽ ചെയ്യാനും പറ്റും. ക്ലിക്ക് ക്യാൻസൽ ഓട്ടോ പേ ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഹലോ ഹൂ ഈസ് ദിസ് വെബ്സൈറ്റ് ഫോർ. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ മൈസെൽഫിന് ക്ലിക്ക് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ക്ലിക്ക് നെക്സ്റ്റ്. Do you want to create or migrate website? Okay, I want to create a website. Just click on create a website. Okay, next. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് വേർഡ്പ്രസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, 2 ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വേർഡ്പ്രസ് വെച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഇതുവരെ ഇങ്ങനെ തന്നെയാണ്. ഇതിന് ശേഷം നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റിംഗറിൻ്റെ വെബ്സൈറ്റ് ബിൽഡർ, ഹോസ്റ്റിംഗറിൻ്റെ AI ബിൽഡർ വെച്ചിട്ടാണ്. സോ ക്ലിക്ക് ഓൺ ഹോസ്റ്റിംഗർ വെബ്സൈറ്റ് ബിൽഡർ. ക്ലിക്ക് നെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാട്ട് ഡൊമൈൻ നെയിം ഡു യു വാണ്ട് ടു യൂസ് ഫോർ ദിസ് വെബ്സൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും യു ഹാവ് 1 ഫ്രീ ഡൊമൈൻ നെയിം അവൈലബിൾ എന്നുള്ളത്. കാരണം നമ്മൾ പ്ലാനിൻ്റെ ഒപ്പം നമുക്കൊരു ഫ്രീ ഡൊമൈൻ നെയിം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡൊമൈൻ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ഡൊമൈൻ നെയിം allenglamstudio.com എന്ന് പറഞ്ഞിട്ടുള്ള ഡൊമൈൻ നെയിമാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും 1 ഇയർ. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ ആൻഡ് ക്ലിക്ക് നെക്സ്റ്റ്. ഓക്കെ, ഇനി ഈ ഡൊമൈൻ നെയിമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ പേഴ്സണലിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലൈസൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പേരിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾക്ക് ഈ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫിൽ അപ്പ് യുവർ ഡീറ്റെയിൽസ്. ഓക്കെ, ഫിനിഷ് രജിസ്ട്രേഷൻ. ഓക്കെ, അഡ്രസ്സ് മാൻഡേറ്ററി ആണ്. അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 1 or 2 അങ്ങനെ എന്തെങ്കിലും. കാരണം എന്നെങ്കിൽ മാത്രമേ അത് രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഡ്രസ്സ് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം 1 or 2 എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, ഫിനിഷിങ് യുവർ ഡൊമൈൻ രജിസ്ട്രേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റിംഗ് വാങ്ങിക്കലും ഡൊമൈൻ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ മേലെ കാണാം ലെറ്റ് AI ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഫോർ യു എന്നുള്ളത്. നമ്മൾ 2 കാര്യം മാത്രം ചെയ്താൽ മതി. മേലെ ബ്രാൻഡ് നെയിമിൽ നമ്മുടെ ബ്രാൻഡ് നെയിം അടിച്ചു കൊടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് വേണമെന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. റൈറ്റ്, ഇപ്പോൾ ബ്രാൻഡ് നെയിം allenglamstudio എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. 700 ക്യാരക്ടറിലാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. നമുക്കൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു എന്തെങ്കിലും ലൈക്ക് വി ആർ എ ബ്യൂട്ടി സലോൺ ബേസ്ഡ് ഇൻ ഗുരുവായൂർ.
അവർ സർവീസസ് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ബ്യൂട്ടി സലോണിൽ സർവീസസ് കൊടുക്കുക എന്നുള്ളത്. അതായത് മേക്കപ്പ്, ഹെയർ കെയർ സർവീസ്, സെമി പെർമനൻറ്റ് മേക്കപ്പ്, എസ്തെറ്റിക് ട്രീറ്റ്മെൻറ്റ്, മേക്കപ്പ് കോഴ്സ്, അങ്ങനെ കുറച്ച് സർവീസസ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സർവീസസ് നമ്മൾ ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നതെങ്കിൽ ആ സർവീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ക്രിയേറ്റ് എ വെബ്സൈറ്റ്. ഓക്കെ, ഇതൊരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി ദാറ്റ് ഫീൽസ് ലൈക്ക് ഹോം, എക്സ്പേർട്ട് മേക്കപ്പ്, ഹെയർ കെയർ ആൻഡ് മോർ ഇൻ ഗുരുവായൂർ പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്, ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ആൻഡ് സി എങ്ങനെയുണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സർവീസസ് ഒക്കെ എങ്ങനെയാണ് നോട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വർക്ക്സ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്. അതുപോലെ ഒരു ഡീസൻറ്റ് ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കളർ പാലറ്റ്സ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ടോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഈ റൈറ്റ് സൈഡിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് അതിനനുസരിച്ചിട്ട് ഒപ്റ്റിമൈസ് ആവുന്നതാണ്. നിങ്ങൾക്ക് സർവീസസ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസസ് കാണാൻ പറ്റുന്നതാണ്. എന്തൊക്കെ സർവീസസ് ആണ് നിങ്ങൾക്കുള്ളത് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മൊബൈൽ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മൊബൈൽ വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈനാണ്. മൊബൈലിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഇത് ഓൾറെഡി മൊബൈലിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. റൈറ്റ്, ജസ്റ്റ് നിങ്ങൾ മെനു ഒക്കെ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇറ്റ്സ് എ ഡീസൻറ്റ് വെബ്സൈറ്റ്, റൈറ്റ്? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല വെച്ചെങ്കിൽ അഗെയിൻ നിങ്ങൾ വേറെ ഒരു പ്രോംപ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി, ഇത് നമ്മളൊരു ക്വിക്ക്ലി ഒരു പ്രോംപ്റ്റ് ചെയ്തതാണ്, നമ്മളധികം ടൈമൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ സർവീസസ് എല്ലാം അങ്ങ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം എടുത്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചിട്ട് എങ്ങനത്തെ ടൈപ്പ് വെബ്സൈറ്റ് വേണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ക്ലിക്ക് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിവ്യൂ അടിച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സി എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റ് കമ്പ്യൂട്ടറിൽ അപ്പിയർ ആവുന്നതെന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസ്. അതുപോലെ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചുമ്മാ ഡമ്മി കോൺടാക്ട് ഡീറ്റെയിൽസാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വൺസ് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെബ്സൈറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഗോ ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇനിയും ഒന്നുകൂടി ഡീസൻ്റ് ആക്കിയിട്ട് ചെയ്തിട്ട് ലൈവിൽ പോയാൽ മതി എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടു എഡിറ്റർ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങളുടെ വെബ്സൈറ്റിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് മാറ്റണം എങ്കിൽ ജസ്റ്റ് ഈ മൊഡ്യൂളിൻ്റെ മേലെ നമ്മൾ മൗസ് കൊണ്ട് വെച്ചാൽ മതി. നിങ്ങൾക്കത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കോണ്ടൻറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ കണ്ടന്റ് ഒന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഫോർ ദ മൊമെൻറ്റ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടൻറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഇവിടെ നമുക്കൊരു ഇമേജ് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജനറേറ്റ് ഇമേജ് AI വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പ്രത്യേകിച്ച് എല്ലാം നമുക്ക് ജസ്റ്റ് നമ്മുടെ മൗസ് മൊഡ്യൂളിൽ കൊണ്ടുവച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഈസിയാണ്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ കാണാം. ബട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഓക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ലൈവിൽ പോകാൻ വേണ്ടിയിട്ട് ഗോ ലൈവ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് പബ്ലിഷിങ് യുവർ വെബ്സൈറ്റ്. ഓക്കെ, യുവർ വെബ്സൈറ്റ് വാസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. നമ്മുടെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെരിഫൈ യുവർ ഇമെയിൽ, കംപ്ലീറ്റ് ദ ഡൊമൈൻ രജിസ്ട്രേഷൻ ടു കീപ്പ് യുവർ വെബ്സൈറ്റ് ഓൺലൈൻ. ഓക്കെ, നിങ്ങൾക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഏത് ജിമെയിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിലൊരു ജിമെയിൽ വന്നിട്ടുണ്ടാവും, ഇമെയിൽ വന്നിട്ടുണ്ടാവും. ആ മെയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ആ മെയിൽ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു ജിമെയിൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ് ടു യൂസ് യുവർ ഡൊമൈൻ എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് വെരിഫൈ ഇമെയിൽ. ഓക്കെ, ഡൺ. ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ alanglamstudio.com സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ലൈവിൽ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇത്രയും പെട്ടെന്ന് ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പ്രോംപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ളൂ, അധികം ടൈമൊന്നും എടുത്തില്ല. ജസ്റ്റ് വി ആർ എ ബ്യൂട്ടി സലോൺ ഇൻ ഗുരുവായൂർ, ജസ്റ്റ് സർവീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളത് കുറച്ചും കൂടി ടൈം എടുത്ത് നിങ്ങൾക്ക് വേണ്ട പോലെ എന്തൊക്കെ വേണം വെബ്സൈറ്റിൽ എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടും. ഇനി ഇങ്ങനെ വെബ്സൈറ്റ് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെല്ലാ മൊഡ്യൂൾസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എഡിറ്റിംഗ് പാർട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.